നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 268th day. Today 39th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 268ാമത്തെ ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 39ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം മഹാത്മ്യത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 39ാമത്തെ ശ്ലോകം. ഇതി വിപ്രഗ്രഹം ദൃഷ്ട്വാ പ്രാബ്രവീത് സ തബോധന ചിത്രകേതുർഗതകഷ്ടം വിധിലേഖ വിമാർജനാത്. ഓം തത്സത്. ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാബ്രവീത് സ തബോധന ചിത്രകേതുഗതകഷ്ടം വിധിലേഖനമാർജനാത്. ഓം തത്സത്. ബ്രാഹ്മണൻ വീണ്ടും വീണ്ടും ഇപ്രകാരം പറയുന്നത് കേട്ടിട്ട് ബ്രാഹ്മണൻ്റെ കൽപ്പനയെ നിരസിച്ചിട്ടും വീണ്ടും വീണ്ടും യോഗബലത്താൽ പുത്രനെ നൽകണം എന്ന് പറയുമ്പോൾ ആ ബ്രാഹ്മണൻ ചിത്രകേതുവിന് ബ്രഹ്മാവിൻ്റെ കൽപ്പനയെ, അതായത് വിധിയെ നിരസിച്ചിട്ട് പുത്രൻ വേണം എന്ന് ആഗ്രഹിച്ച് പുത്രനെ ലഭിച്ച ചിത്രകേതുവിൻ്റെ കഥയിൽ ചിത്രകേതു കഷ്ടപ്പെടുന്നത് പറഞ്ഞു കൊടുക്കുകയാണ്. ചിത്രകേതു വളരെയേറെ കഷ്ടത്തിലകപ്പെട്ടു എന്ന് ആ ബ്രാഹ്മണനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ചിത്രകേതു എന്നൊരു രാജാവ് തനിക്ക് അനേകം ഭാര്യമാരുണ്ടായിട്ടും പുത്രനില്ല എന്ന് കണ്ട് വളരെയേറെ വിഷമിച്ച് നാരദനും അങ്കിരസും പ്രത്യക്ഷപ്പെട്ടപ്പോൾ വളരെ ഭക്തവാനായിരുന്നു. പക്ഷേ ബ്രഹ്മവിദ്യയാൽ അദ്ദേഹത്തിന് സന്താനലബ്ധി ഇല്ലായിരുന്നു. എന്നാലും സന്താനം വേണമെന്ന് അത്യാഗ്രഹം കൊണ്ട് ആ അങ്കിരസ് മഹർഷിയുടെയും നാരദരുടെയും അനുഗ്രഹത്താൽ തൻ്റെ ഭാര്യയിൽ ഒരു സന്താനത്തെ ലഭിക്കുകയും എന്നാൽ മറ്റുള്ള ഭാര്യമാർ അതിൽ അസൂയപ്പെട്ട് ആ സന്താനത്തെ വിഷം കൊടുത്ത് കൊല്ലുന്നതും പുത്രനെ ആഗ്രഹിച്ചതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ ദുഃഖവുമൊക്കെ ചിത്രകേതു ഉപാഖ്യാനത്തിൽ പിന്നീട് ചിത്രകേതു സത്യം മനസ്സിലാക്കി ഒരു ഭക്തവാനായി വളരെ ഏറെ ഭക്തിയോടുകൂടി ജീവിക്കുകയും അദ്ദേഹം തന്നെയാണ് പാർവതി ശാപത്താൽ വൃത്രാസുരനായി മാറുന്നതുമൊക്കെ. ശ്രീമദ് മഹാഭാഗവതത്തിൽ ഷഷ്ടസ്കന്ധത്തിൽ ഈ കഥയൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ആ ഭാഗമാണ് ഇവിടെ സന്യാസി ബ്രാഹ്മണനോട് പറയുന്നത്. ചിത്രകേതു പണ്ട് ബ്രഹ്മകൽപ്പന നിരസിച്ച് അനുഗ്രഹത്താൽ പുത്രനെ ലഭിച്ചിട്ട് ഉണ്ടായ കഷ്ടം അങ്ങേക്കറിയില്ലേ? വീണ്ടും എന്തിനാണ് ഇങ്ങനെ വിധിയില്ലാതെ പുത്രനെ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ തനിക്ക് വിധിയില്ലാതെ തനിക്ക് പുത്രൻ വേണമെന്നുള്ള അത്യാഗ്രഹം കൊണ്ട് പുത്രനെ ലഭിച്ചാൽ അതുമൂലം കഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാബ്രവീത് സ തബോധന ചിത്രകേതുർഗതകഷ്ടം വിധിലേഖ ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഉണ്ടാകട്ടെ. ഓം തത്സത്.